ഞാൻ അൻസാസ് ഗാർഡനിലേക്ക് സ്വാഗതം. കോക്കോപീറ്റ് അഥവാ ചകിരിച്ചോറ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. കോക്കോപീറ്റ് ഉണ്ടാക്കുന്നതിനായി ആദ്യമായി നാളികേരം പൊതിച്ചു കിട്ടുന്ന ചകിരിത്തൊണ്ട് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഈ പുറം തൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഇതിനകത്തുള്ള ചകിരിയും ചകിരിച്ചോറുമാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവ രണ്ടും നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ചകിരിയാണെങ്കിൽ നമുക്ക് തേങ്ങ പൊതിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വേർതിരിച്ച് കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ആ തൊണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഉണങ്ങിയ തൊണ്ടായതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അതിൽ നിന്ന് ആ ചകിരി ചോറും ചകിരി നാരുകളും ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. ഇനി അത് നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചു തരാം. ഇത്രയും ചകിരിയാണ് നമുക്ക് ആ നാളികേര തൊണ്ടിൽ നിന്ന് വേർതിരിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, നല്ല ഉണങ്ങിയതാണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നാളികേര തൊണ്ടിൽ നിന്ന് ചകിരി വേർതിരിച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ മരത്തിൻ്റെ ഒരു മുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ആ നാളികേര തൊണ്ടിൻ്റെ ഈ രണ്ട് എഡ്ജും നമുക്ക് ഒരു കത്തി എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മൂർച്ചയുള്ള ഒരു കത്തി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മരത്തിൻ്റെ മുട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ആ നാളികേരത്തിൻ്റെ തൊണ്ടിൻ്റെ രണ്ട് എഡ്ജും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് എടുത്ത് ഞാൻ ആദ്യം കാണിച്ചു തരാം. മരത്തിൻ്റെ മുട്ടിയിൽ വെച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഒറ്റ വെട്ടിൽ തന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബൈ പ്രാക്ടീസാണ് നമുക്ക് ഇങ്ങനെ ഓരോ മെത്തേഡ്സും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേര തൊണ്ട് അതിലേക്ക് ഇട്ട് വെക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ അതിന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് ആ ചകിരി തൊണ്ട് വാട്ടർ അബ്സോർബ് ചെയ്ത് കുതിർന്ന് നമുക്ക് കിട്ടും. എത്ര ടൈം വെക്കുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് ചകിരി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഈസിയായി ഇതിൽ നിന്നും ചകിരിയും ചകിരിച്ചോറും വേർതിരിച്ചെടുക്കാം. സോക്ക് ചെയ്യാതെ വെച്ചാൽ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. എത്ര ടൈം നമ്മൾ സോക്ക് ചെയ്യുന്നു അത്രയും എളുപ്പത്തിൽ നമുക്കിത് വേർതിരിച്ചെടുക്കാൻ കഴിയും. എന്നാൽ കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കൊതുകിന് വളരാൻ നമ്മൾ അവസരം കൊടുക്കരുത് കേട്ടോ. നമുക്കതിൽ നിന്ന് നന്നായി വേർതിരിച്ചെടുക്കാം. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിനൊരു ബ്രൗൺ കളർ, അതായത് അതിൻ്റെ നാളികേര തൊണ്ടിൻ്റെ കറയാണ്. അതൊന്നും നമ്മൾ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്, വേരൊക്കെ ചീഞ്ഞു പോകാനിടയാകും. അപ്പോൾ ആ പുറം തോലൊഴിച്ച് മുഴുവനായിട്ട് നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ആ നാളികേര തൊണ്ടിൻ്റെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. പുറം തൊണ്ടൊഴിച്ച് ബാക്കി അതിൻ്റെ അകത്ത് നിറച്ചും ഈ ചകിരി ചോറും നാരുകളുമാണ്. അത് നമുക്ക് നന്നായി വേർതിരിച്ചെടുക്കാം. ഇനി അതിൽ നിന്ന് അധികം ഒന്നും മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് അധികം എടുക്കാനൊന്നുമില്ല. ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലെ ഓരോ നാരുകളും വേർതിരിച്ചെടുക്കണം. ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റ് എടുക്കരുത്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ സ്ട്രാൻഡ്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചകിരി ചോറും നാരുകളും
ഇങ്ങനെ വേർതിരിഞ്ഞ് കിട്ടും. പൊടി പൊടിയായിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ് ചകിരിച്ചോറ്. ഉണ്ടോ? ഈ കാണുന്നതാണ് ചകിരിച്ചോറ്. ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് എടുക്കാം. അടുത്തതായി നമ്മൾ സോക്ക് ചെയ്യാതെ കളക്ട് ചെയ്തിട്ടുള്ള ചകിരിയാണ് ഈ കാണുന്നത്. ഇതും നമുക്ക് ആദ്യം ചെയ്ത പോലെ ഓരോ നാരുകളും വേർതിരിച്ച് എടുക്കാം. എന്തുകൊണ്ടും നനച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി പൊടി പറന്നു വരുന്നുണ്ട്. കാരണം അതിൽ നിന്ന് ആ ചകിരിയുടെ നാരിൽ നിന്ന് ഒത്തിരി ചകിരിച്ചോറ് അത് കാറ്റ് വന്നിട്ട് അതങ്ങനെ നന്നായി പറക്കും. അതിനധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പം അതിങ്ങനെ പറന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അലർജി കാര്യങ്ങളുള്ളവരൊക്കെ എന്തുകൊണ്ട് അതൊന്നും നനച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ചകിരിച്ചോറൊക്കെ ഒന്ന് അടിയിൽ സെറ്റിലായിക്കോളും. ഇതാകുമ്പോൾ അത് ഒത്തിരി ഇങ്ങനെ പറന്നിട്ട് നമുക്ക് ചുമയൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും മാസ്ക് ഒക്കെ വെച്ചിട്ടായാലും നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മാസ്ക് നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചകിരിച്ചോറ്. അത് ആ പാത്രത്തിൻ്റെ അടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചകിരിച്ചോറ്. ഇതാ നാരുകൾ. ആ നാര് ശരിക്കും ഓരോന്നും മാറ്റുമ്പോൾ നമുക്ക് ആ ചകിരിച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് വേർതിരിച്ച് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ചകിരിച്ചോറ് മാറ്റി കഴിഞ്ഞ് കിട്ടുന്ന നാരുകളാണിത്. ഇനി നമുക്കൊരു കത്രിക എടുത്ത് ആ നാരുകളെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചകിരിച്ചോറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ആ നാരുകൾ എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി പറയുന്ന സ്റ്റെപ്സ് ഓപ്ഷണലാണ്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ചകിരി നാര് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അത് അടിച്ചെടുക്കാം. ബട്ട് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. മിക്സി കേടാകുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ചെയ്യുന്നവരുമുണ്ട്, പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ആ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്. കുറച്ച് ടൈം എടുത്തിട്ടായാലും ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചകിരിച്ചോറ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് നല്ല ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട്. എന്താ നല്ല തരിയായിട്ട് നമുക്ക് ഇവിടെ കൊക്കോപ്പിറ്റ് റെഡിയായി വരികയാണ്. അതിൻ്റെ മുകളിലുള്ള വലിയ ചകിരിനാരൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇനിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും ഫൈനായിട്ട് നമുക്ക് കൊക്കോപ്പിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കൊക്കോപ്പിറ്റ്. എന്താ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നല്ല പൊടിയൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ പൊടി ഒന്ന് ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നന്നായി പൊടി പറക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടി ഒന്ന് ഒതുക്കി നമുക്ക് ഇനി നമ്മൾ ശരിക്കും വെള്ളം അതിലൊഴിച്ച് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കതങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. കൊക്കോപ്പിറ്റ് അത് പിഴിഞ്ഞെടുക്കാം. ആ വെള്ളം ഒരിക്കലും നമ്മൾ എടുക്കരുത്. ആ കറവെള്ളം ചെടിക്ക് നല്ലതല്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായാലും ശരിക്കും വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചകിരി ചോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കൊക്കോപ്പിറ്റിനെ നമുക്ക് മാർക്കറ്റ് ഫോമിൽ നമുക്ക് ഓരോ ഇഷ്ടിക വലിപ്പത്തിലൊക്കെ ഉള്ള ബ്ലോക്കുകളായിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഹോൾസ് ഒന്നും വേണ്ട, ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത കൊക്കോപ്പിറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കംപ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കടയിൽ കിട്ടുന്നതൊക്കെ മെഷീൻസ് വെച്ചൊക്കെ ചെയ്യുന്നതാണ്. ഞാനത് ഒന്ന് കാണിച്ചു തരാം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാം. ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ആ ഷേപ്പിനുള്ള മൗൾഡ് എടുത്ത് നമുക്ക് അതിലേക്ക് കൊക്കോപ്പിറ്റ് എടുത്ത് ഇട്ട് നന്നായി ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ കംപ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കിത് അത്രേ കിട്ടിയിട്ടുള്ളൂ, അതിന് നിറച്ചും കിട്ടിയിട്ടില്ല. ഞാൻ അത്രയും ചെയ്ത് കാണിക്കാം, കുറച്ചെടുത്ത് കാണിക്കാം. ബാക്കിയത്തേക്ക് ഞാൻ ഉപയോഗിച്ചു. പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ അത് ശരിക്കും കട്ടി ആയിക്കോളും. നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാം. ഒരുപാട് സമയമൊന്നും ഞാനിത് ചെയ്തിട്ടില്ല, ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി പ്രസ് ചെയ്ത് നമുക്ക് അതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ള കൊക്കോപിറ്റ്. അതിനെ ഒന്ന് നമുക്ക് തട്ടിയെടുക്കാം. അപ്പോൾ തട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പോട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് കൊക്കോപിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിന് പറ്റുന്ന ഒരു പാത്രത്തിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കംപ്രസ് ചെയ്ത് ഇങ്ങനെ ഉണക്കിയെടുക്കാം. ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല, വീഡിയോ ഒത്തിരി ലെങ്ത് ആകും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് കൊക്കോപിറ്റ് വെച്ച് ഒരു പ്ലാന്റ് കൂടി നട്ടാലോ? ഒരു പൊട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി ഒരു പ്ലാന്റ് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ വീട്ടിലുണ്ടാക്കിയ വെർമി കമ്പോസ്റ്റ്, ദെൻ കുറച്ച് സാൻഡ് എടുത്തിട്ടുണ്ട്, നിർബന്ധമില്ല. അതുപോലെ തന്നെ കുറച്ച് വളപ്പൊടി, ജൈവവളമാണ്. ഇനിയാണ് നമ്മുടെ ഹോം മെയ്ഡ് കൊക്കോപിറ്റ്. ഇവനാണല്ലോ ഇന്നത്തെ നമ്മുടെ താരം. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വളപ്പൊടി കുറച്ചുള്ള കാരണം ഞാനത് എടുത്തുന്നുള്ളൂ. കണ്ടോ, നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിശ്രിതം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഡ്രെയിനേജ് ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഇഷ്ടികയുടെയോ ഓടിൻ്റെയോ ഒക്കെ കുറച്ച് പീസ് അതിലിട്ട് കൊടുക്കാം. ദെൻ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം നമുക്ക് ഫില്ല് ചെയ്യാം. കാരണം ശരിക്കും നമ്മൾ ആ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ പോട്ടിംഗ് മിശ്രിതം നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുറച്ചൊരു സമയം ചിലവാക്കിയാൽ നമുക്ക് അതുപോലൊരു പോട്ടിംഗ് മിശ്രിതം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കൊക്കോപിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ടിംഗ് മിശ്രിതത്തിൽ നല്ലൊരു വായു സഞ്ചാരം ഉണ്ടാകും. അതുപോലെ റൂട്ട്സിനൊക്കെ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹോം മെയ്ഡ് കൊക്കോപിറ്റ് വെച്ച് നമ്മൾ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി പോട്ടിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാന്റ് എടുക്കാം. ഒരു പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് എടുത്ത് നമുക്ക് നമ്മുടെ പോട്ടിൽ നടാം. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്